ഭൗതികമായ ശരീരം അതിൻ്റെ ശുശ്രൂഷ കർമാദികളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ബഹുമാനമുള്ള ജോസിൻ അച്ഛൻ, അതുപോലെ മറ്റു വൈദികരെ, സഭാ ശുശ്രൂഷകരെ, ഈ ഭവനത്തെ ദൈവമക്കളെ ഒരു ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. ദൈവവചനം മാത്രമാണ് ഈ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് പ്രത്യാശ നൽകുന്നത്. ഈ ചർച്ചോടിലൊക്കെ വരുമ്പോൾ സാറ് എൻ്റെ അടുക്കൽ ഓടി വരും, സാറ് എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ഉള്ളതായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ സാറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചമീൻ അവർ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, പോലീസ് കൊച്ചമ്മേ, എവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ് വിശുദ്ധനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തെ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പ്രതിഫലവുമായി അപ്പൻ വരുമ്പോൾ തൻ്റെ ദാസനോട് ഒരുമിച്ച് നമുക്ക് കാണുവാനും സന്തോഷിപ്പാനും സാധ്യമായി തീരും എന്നുള്ള ആ പ്രത്യാശ നമ്മൾ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയുടെ കൃപകളിൽ ദൈവത്തിൻ്റെ വലിയ സഹായവും സാന്നിധ്യവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ സഭയുടെ പേരിലുള്ള എല്ലാവിധമായ അനുശോചനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1996 മുതൽ 99 വരെയുള്ള കാലത്ത് പുതോട് ഇടവകയിൽ ഞാൻ ബഹുമാനപ്പെട്ട സാറ് ദൈവമായിട്ട് സംബന്ധിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഒരു വലിയ സ്നേഹബന്ധം, അത് മുമ്പും ശുശ്രൂഷകർ എന്നുള്ള നിലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒക്കെയുള്ള ഒരു വലിയ ഭാഗ്യവും സ്നേഹവും ഞങ്ങൾക്കുണ്ടായി. ശുശ്രൂഷകൾ വളരെ ആത്മാർത്ഥതയോടെ ശുശ്രൂഷ നിർവഹിച്ച സമയമാണ്. ഇടവേളാണെങ്കിലും വാഹനങ്ങളുടെ കുറവുള്ള സമയത്ത് നടൻ ഞങ്ങൾ 8 സഭകളുള്ള വൈദിക ശ്രേഷ്ഠരെ, സഭാമക്കളെ, ദേശവാസികളെ, സഹോദരി സഹോദരങ്ങളിലേവർക്കും സർവശക്തനായ ദൈവത്തിന് മാറ്റമില്ലാത്ത സമാധാനം പ്രത്യാശയും ധാരാളം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും പ്രിയ സാറിനെ അറിയുവാൻ സാധിച്ചത് 2017 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ ചലച്ചിടവയുടെ ശുശ്രൂഷയിലായിരുന്ന പശ്ചാത്തലത്തിൽ പ്രിയ സാറിനെ അടുത്തറിയുവാനായിട്ടിടയായി. പ്രാർത്ഥനയിലും കൂട്ടായ്മകളിലും കൂടെ കൂടി വരുവാനായിട്ട് ദൈവം നമ്മൾ കൃപ ചെയ്തു. ആദ്യകാലങ്ങളിലൊക്കെ 2017, 18, 19 മക്കളെ എല്ലാവരെയും ഓർക്കുന്നു, കൊച്ചമ്മയെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സാറിലൂടെ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് ആക്കി വെച്ചപ്പോൾ ഏറ്റവും മഹത്തരമായ ശുശ്രൂഷകൾ ഉപയോഗിക്കാൻ സാധ്യമായി. പ്രത്യേകം ആദ്യം ഓർമ്മ വരിക തെറ്റുണ്ടോ 2013 മുതൽ ഉള്ള കാലയളവിൽ ഇടുക്കി ഇടവയുടെ ചുമതലയായ സമയത്ത് സ്നേഹമുള്ള ജോൺ സാറിനോട് കൂടെ പൈനാവിൽ കൂടെ വന്ന് പാർക്കുന്ന രോഗവും ക്ഷീണവും പ്രയാസവും വരുന്ന സന്ദർഭങ്ങളിൽ വന്ന് പാർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ കാലം മുതൽ അറിയുവാനും കേൾക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സർവശക്തനായ ദൈവം അവിടെ സഹായിച്ചു. ഈ വർഷം അത്രയും ഈ ഭൂമിയിൽ വസിപ്പാനായിട്ട് ദൈവം അവിടുന്ന് കൃപ ചെയ്തു. ഏറിയാൽ 80 എന്നതിനേക്കാൾ അപ്പുറമായി ദൈവം ആയുഷമാണ് എന്നതിൽ തർക്കമേ ഇല്ല. പ്രിയ പിതാവ് നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ പ്രിയ കൊച്ചമ്മയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ ഭാരവും പ്രയാസവും ദുഃഖവും ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ ധൈര്യപ്പെടുവാനായിട്ട് നമുക്ക് കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ സിസിലി പ്രിയ സാറിൻ്റെ കൊച്ചുമകൻ എള്ളമ്പറം ഇടവകയുടെ മകളാണല്ലോ. പ്രിയ മകളോടുകൂടെ ചേർന്നു സെൻറ്റ് മത്യാസ് എസ് എള്ളമ്പറം ഇടവകയും ദുഃഖിക്കുന്നു. കുളച്ചിക്കൽ കുടുംബാംഗങ്ങളോടുകൂടെ ചേർന്ന് ദുഃഖവും വേദനയും പ്രാർത്ഥനയും അവസരത്തിൽ അറിയിക്കുകയും സർവശക്തനായ ദൈവം മാറ്റമില്ലാത്ത കൃപകളാലും നന്മകളാലും എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ലോകം ഞങ്ങൾക്ക് ശാശ്വതമല്ലല്ലോ. ഇവിടെ ഞങ്ങൾ വെറും പരദേശികളാണല്ലോ. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണല്ലോ. ഒന്നാമത്തെ പ്രധാനത്തിൽ പങ്കുള്ളവരാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. നിത്യമരണത്തിന് കൈപ്പായ വേദനകളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് കാത്തുകൊള്ളണം. എല്ലാ മഹത്വവും ആനുഭവശയും സ്തുതിയും സ്തോത്രമെല്ലാം അങ്ങേക്കാണ്. യേശു മശീഹ പോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ നല്ല പിതാവേ, ആമേൻ. ചേർന്ന് ഒരു ആരാധന നടത്തുകയുണ്ടായി. എന്നാൽ പ്രിയമുള്ള ഈ ഞങ്ങൾ വിളിക്കുന്നത് പാപ്പച്ചൻ അച്ഛൻ എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുമിച്ച് കടിയമ്പാട് അതുപോലെ അങ്ങനെ ചില സ്ഥലങ്ങളിൽ പനയങ്കോട്ടി മുരിക്കാശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച സുവിശേഷകാരിക്കായിട്ട് അതിനുശേഷം വിവിധ സ്ഥലങ്ങളിലൊക്കെയും ആയിരുന്നായ സന്ദർഭത്തിൽ പൂർണ്ണമായ സുവിശേഷകരക്കായിട്ട് ദൈവം നിയോഗിക്കുകയും ക്രിസ്ത്യാനികളുടെ ഇടവയുടെ കോട്ടയം വർക്കറായിട്ട് നിയമിക്കപ്പെടുകയും ചെയ്തതായ ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. അവനെ കാഴ്ചയിലാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ, സകലം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തിൽ കീഴാക്കി കൊടുത്തവൻ കൊള്ളുന്ന ശേഷം ദൈവ സകലത്തിലും സകലവും ആകേണ്ടത് നമ്മുടെ മഹാടവ വിമൻസ് ഫെലോഷിപ്പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനിയായിരിക്കുന്ന ഡോക്ടർ സാറാമ ഡേവിസാനി നമ്മുടെ മധ്യത്തിലുണ്ട്. കുളത്തിങ്കൽ കുടുംബവുമായി നമ്മുടെ പ്രിയ ഉപദേശിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. എള്ളമ്പുറത്താണ് കുളത്തിങ്കൽ കുടുംബം. എള്ളമ്പുറത്ത് 5 വർഷം സേവനം ചെയ്തപ്പോൾ എനിക്ക് കുളത്തിങ്കൽ കുടുംബത്തിൽ പല അവിടുത്തെ അപ്പച്ചൻ അമ്മച്ചി ആ സമയത്താണ് യാത്ര പറഞ്ഞത്. ആ സമയത്ത് അടുത്ത് നിൽക്കാനായിട്ട് എളിവനായി എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ആൻറ്റി അനുശോചന വാക്കുകൾ നമ്മളോട് അറിയിക്കുന്നു. സഹോദരി സഹോദരികളെ, പ്രാർത്ഥനായി മക്കളെ, സാറിനെയും കൊച്ചമ്മയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 പേരാണ്. പ്രത്യേകിച്ച് കൊച്ചമ്മ. ഞാൻ എന്ന് ഈ സ്ത്രീ ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോഴെന്നും കൊച്ചമ്മ അതെല്ലാം കഴിയുമ്പോൾ അവർക്ക് കാപ്പി ഇട്ട് കൊടുക്കുന്ന അവരെന്നും സ്നേഹത്തോടെ ഓർക്കും. കാരണം ആ ഒരു കാപ്പിയിലാണ് അവർ വൈകുന്നേരം വരെ ഉച്ചവരെയൊക്കെ നിൽക്കുന്നത്. ആ സ്നേഹം എപ്പോഴും എന്നോട് പറയാൻ കുറച്ച് മാത്രം സ്നേഹനീതിയായിരുന്നു. കാരണം അവരുടെ വീട്ടുകാരൊക്കെ അടുത്തുണ്ട്, പറമ്പിൻ്റെ ഉടമസ്ഥർ അടുത്തുണ്ട്. പക്ഷേ കൊച്ചമ്മ അവരെ വിളിച്ചു കൊണ്ടുപോയിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നതായിട്ട് എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എസ് കെ അച്ഛനും കൊച്ചമ്മയും വളരെ സ്നേഹബന്ധം നമുക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കൃത്യം 4 മണിക്ക് തന്നെ നമ്മുടെ ഭവനത്തിൽ നിന്നുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അച്ഛന്മാരൊക്കെ റോബിയാണെങ്കിൽ നമുക്ക് കൃത്യം 4 മണിക്ക് അറിയാൻ സാധിക്കും. എല്ലാ അച്ഛന്മാരെയും വിദേശിമാരെയും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സാറാണ് ഞാൻ വിനിയോഗപ്പെടുത്തിയിരിക്കുന്നത്. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിധിക്കായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങൾ പോലെയുമെന്നും എന്നേക്കും പ്രകാശിക്കും. നിയോഡാനിയിലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച പുസ്തകത്തിൽ മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും.
അനന്തരം ഡാനിയേൽ എന്ന ഞാൻ നോക്കിയപ്പോൾ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണല്ലോ നമ്മുടെ ഫ്യൂണറൽ അല്ലെങ്കിൽ യാത്രയയപ്പ് ശുശ്രൂഷ ക്രമീകരിക്കപ്പെടുന്നത്. ആദ്യത്തെ ഭാഗത്ത് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളാണ്. വന്ദികരായ ബഹുമാനായ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വിനീപുരം ഇടപെടലിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചേർച്ചയുടെ ജില്ലാ ചെയർമാൻ അച്ഛൻ ഡോക്ടർ കെ.ഡി. ദേവസ്യ അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. എസ് എ അച്ഛനുണ്ട്, ജെയിംസ് മാമൻ അച്ഛനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് അച്ഛനുണ്ട്, ജോസഫ് സി എപ്പലാം അച്ഛനുണ്ട്, നമ്മുടെ വെൺമണി സഭയുടെ ശുശ്രൂഷൻ RP മാത്യു സാറ്, ജെയിംസ് ഹെസ് സാറ്, ജോസ് സാറ്, ഇങ്ങനെ വളരെ വിശിഷ്ടരായ പ്രഗത്ഭരായ ദേവദാസന്മാർ നമ്മുടെ മധ്യത്തിലെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. മറ്റ് പല സഭകളിൽ നിന്ന് കാലഴി, എള്ളമ്പുരം, കൊന്നത്തടി ശിക്ഷണം ലഭിച്ചതായ ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് സാറിനോട് ചേർന്ന് എനിക്കും മിഷണറി ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനും ക്ലാസ്സിൽ എല്ലാ മാസത്തിലുമുള്ള ക്ലാസ്സിൽ സംബന്ധിക്കുവാനും അവസരം ലഭിച്ചു വരികയാണ്. ഉടൻ തന്നെ അദ്ദേഹം എല്ലാ മക്കളെയും വിളിച്ചു വരുത്തി, എന്നെ വിളിച്ചു, എസ്എങ്കിലും വന്നു. ഞങ്ങളുടെ ഹോളി കമ്മ്യൂണിയൻ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വലിയ പ്രത്യാശയുള്ളൊരു ദേവദാസനായിരുന്നു. എന്ത് പ്രയാസം വന്നാലും ഉടനെ സഭയിലെ ശുശ്രൂഷരെയും അതുപോലെ തന്നെ എസ്എങ്കിലച്ചനെ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഹോളി കമ്മ്യൂണിയൻ അദ്ദേഹം നൽകാനാണ്. എസ്എങ്കിലച്ചന് തിരക്കായതുകൊണ്ട് ആണ് അദ്ദേഹം അതിന് അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെടാൻ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു വരുത്തി. അവരോട് എല്ലാവരോടും തുറന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് നൽകാനുള്ള ഉപദേശങ്ങൾ അദ്ദേഹം നൽകി. വളരെ പോസിറ്റീവായിട്ടാണ് മക്കളെല്ലാം അത് സ്വീകരിക്കുന്നത്. അതിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവരെല്ലാം മടങ്ങിപ്പോയിട്ടാണ് ഇന്ന് പെട്ടെന്ന് കൊച്ചമ്മയോട് അത് പറഞ്ഞപ്പോൾ കൊച്ചമ്മയ്ക്കൊന്നും അത്ര അങ്ങോട്ട് വിശ്വാസം വന്നില്ല. ഞാൻ ഉടനെ യാത്ര പറയാൻ പോവുകയാണ്. പക്ഷെ വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്ര പറയുകയാണ്. വളരെ പെട്ടെന്ന് ഭാഗ്യമരണം എന്ന് തന്നെ പറയാം. 2:30 ഇന്ന് രാവിലെ നേരം വെളുത്തുമ്പോൾ 2:30 ആയപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എണ്ണിറ്റു. അല്പം വെള്ളം കുടിച്ച് വീണ്ടും ഉറങ്ങാൻ കിടന്ന് 4 മണിയായപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ, അതായത് ജീവിതം കൊണ്ട് ആർക്കും ഒരു പരാതി ഒരു പ്രയാസമുണ്ടായില്ല. വളരെ ശാന്തമായ ഒരു യാത്ര പറച്ചിലാണ് ജീവിതം. കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവ കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പേൻ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആധാരവുമായിക്കും നമുക്കും തന്നെ സകല ദാസർക്ക് നിത്യജീവനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹവും നമ്മുടെ ഇടയിലുണ്ടായി നാം എന്നോടും കൂടെയും വിശേഷ ദുഃഖത്തിനും സങ്കടത്തിനുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പരിസമാപിക്കുകയാണ്. ഉടൻ തന്നെ വിലാപയാത്രയായി പ്രിയദേശിയുടെ ഭൗതിക ശരീരം ദേവാലയത്തിലേക്കുള്ള ശുശ്രൂഷകൾക്കായി നമ്മൾ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ക്രമീകരണം പറയട്ടെ. മിക്കവർക്കും വാഹനങ്ങളുണ്ടല്ലോ. കാർ പൂളിംഗ് എന്ന് പറയുന്ന പോലെ വാഹനമില്ലാത്തവരെ കൂടെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണമേ. പലപ്പോഴും വിലാപയാത്രയിൽ ഞാൻ കാണുന്നൊരു കാര്യം, 2 പേര് കാറിൽ പോകുന്നു, പലരും നടന്നു പോകുന്നു. 2 പേരെയും കൂടെ ഒന്ന് പുളി ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിച്ചാൽ അവരെയും കൂടെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലാത്തവർക്കുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഭവനത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വിലാപയാത്ര ചെയ്യുമ്പോൾ ഒരു ലൈനായിട്ട് മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ ദേവാലയത്തിലേക്ക് പോകാനായിട്ട് അഭ്യർത്ഥിക്കുന്നു.
എല്ലാവരെയും സഹകരണം ഞാൻ ഈ വിലാപയാത്രയ്ക്കായി ഞാൻ വിനയോടെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും പ്രാർത്ഥന സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഭവനത്തിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയതായ ബഹുമാനപ്പെട്ട വന്യരായ വൈദികരോടും ബഹുമാനായ സഭാ ശുശ്രൂഷകരോടും മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും സ്നേഹിതരോടും ബന്ധുമിത്രാദികളോടും ചർച്ചക്കാരോടും മറ്റ് സഭകളിൽ നിന്നൊക്കെ ഇവിടെ കടന്നു വന്നതായ സഭാവിശ്വാസികളോടും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഇപ്പോൾ ഗായകസംഘം ഒരാശ്വാസ ഗാനം ആലപിക്കുന്നതാണ്. സമയത്ത് അന്ത്യജീവനം നൽകി പ്രിയ ദേശീയെ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്കായിട്ട് യാത്രയാക്കാമെന്നാണ്, ഭൗതിക ശരീരം യാത്രയാക്കാമെന്നാണ് എന്ന വിനിമയം അഭ്യർത്ഥിക്കുന്നു.
ഞാൻ മുമ്പേ കൊണ്ടുള്ളൂ, ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞു. വളരെ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ദയവായിട്ട് ദേവാലയ പരിസരങ്ങൾ നിൽക്കുന്ന എല്ലാവരും ദേവാലയത്തിനുള്ളിലേക്ക് കടന്നിരിക്കുവാനായിട്ട് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉടൻ തന്നെ ദേവാലയത്തിൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദയവായിട്ട് എല്ലാവരും, ധാരാളം സ്ഥലം നമുക്ക് ദേവാലയത്തിൽ ഇരിക്കുവാനായിട്ടുണ്ട്. എല്ലാവരും അകത്തേക്ക് കയറി ഇരിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. So
ഒന്നു മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചിരുന്നുവേ. നീ അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ നിന്റെ കഴിഞ്ഞുപോയ ദിവസം പോലും രാത്രിയുടെ ഒരു യാമം പോലെയും മാത്രമേ ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവരൊടുക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുകൾ പോലെ ഗണിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങൾ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. 7-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള ദൈവവചനം. ഇതിനു ശേഷം സകല ജാതികളും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരൻ വെള്ളനിലയും വിരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും ജ്ഞാനം മുൻപാകെ നിൽക്കുന്നതെന്ന് കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവരായ നമ്മുടെ ദൈവത്തിൻ്റെയും ജ്ഞാനിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മുഖന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുൻപിൽ കവണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്ക് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു. ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയിൽ ധരിച്ചിരിക്കുന്ന ഇവർ എങ്കിലും എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപ് ഇരുന്ന് അവന്റെ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ചു ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും. വേദഭാഗം വായിച്ച കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്ന സ്നേഹമുള്ള സാർ അദ്ദേഹത്തിൻ്റെ വിസമ്മ ജീവിതത്തിലായിരുന്നു, രോഗക്ഷണം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവനെ എന്ന സന്നിധിയിലേക്ക് വിളിച്ചു. അദ്ദേഹത്തെ നമുക്ക് ഏറ്റവും അവസാനമായി കാണാൻ, ഭൗതിക ശരീരം കാണാനുള്ള അവസരമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ട കാര്യങ്ങൾ എടുത്തു പറയാനോ അനുസ്മരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. അതുകൊണ്ട് തുടർന്നുള്ള സമയം അനുശോചനം ആദരാഞ്ജലിയൊക്കെ പഠിക്കുന്ന അവസരമാകുന്നു. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അനുശോചനം പറയുമ്പോൾ ഒരാൾ പറഞ്ഞത് വീണ്ടും എടുത്തു പറയണമെന്നില്ല, ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി. എന്നാൽ തങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചതായ കാര്യങ്ങൾ അതുമായി പറയുന്നതിന് കുഴപ്പമില്ല. അത് ചുരുക്കമായി പറയാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെ ഓർമ്മിപ്പിക്കട്ടെ. ഒരുപക്ഷെ വളരെ വേഗത്തിൽ ഈ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം തിരികെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് കൂടി കണ്ടതിന്
ശേഷം പോകാനുള്ള അവസരമുണ്ട് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് അത് ആ സമയത്ത് ഉപയോഗിക്കും. അടക്ക് കഴിഞ്ഞിട്ട് പോകണം എന്ന് ആരും പ്രത്യേകമായി വിചാരിക്കരുത്. കാരണം ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനോ കേൾക്കാനോ അനുസ്മരിക്കാനുള്ള ഏറ്റവും അവസാനത്തെ സമയമാണ്. അതുകൊണ്ട് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ പറയണം. അല്ല അനാവശ്യമായിട്ട് അല്ലെങ്കിൽ വെച്ച് നീട്ടി അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്നാൽ വളരെ പ്രശസ്തമായ കാര്യങ്ങൾ പറഞ്ഞ് അനുസ്മരിച്ച് ദൈവത്തിന് നന്ദി കയറ്റി മറ്റുമാങ്ങൾക്ക് നമ്മൾ നമ്മുടെ എതിർത്തിൽ പങ്കുചേരേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് അത്യാവശ്യം ആരെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അത് കണ്ട് പോയി വന്നതിന് ശേഷം അത് പോകാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈശോദൻ പറഞ്ഞത് ചുരുക്കമായിട്ട് പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ ഞാൻ ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ അച്ഛൻ അതിൻ്റെ കാര്യങ്ങൾ പറയാം. PS ഫ്രാൻസിസ് തിരുമേനി, രാധികച്ചമ്മ, അഭിനന്ദനായ കെച്ചി ദാനിയേൽ തിരുമേനി, കെച്ചി കച്ചമ്മ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ മഹാടവ പ്രസാദ് അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ വൈദ്യ സെക്രട്ടറി TJ വിജയ് അച്ഛൻ, ചേർച്ചോട് ജില്ലാ ചെയർമാൻ KD ദേവസ്വം അച്ഛൻ, പ്രധാനമായിരിക്കുന്ന SKL അച്ഛൻ, അതുപോലെ തന്നെ പാസ്പോർട്ട് സെക്രട്ടറി ആയിരിക്കുന്ന ജോസഫ് അച്ഛൻ, മറ്റേ ഇവിടെ പോസ്റ്ററായിരിക്കുന്ന വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, സഭാ ശുശ്രൂഷകരെ, മിഷണറിമാരെ, വിവിധ വിദേശി സേവനം ചെയ്തതായ ധാരാളം സഭകൾ ഹൈറേഞ്ചിൽ ഉണ്ട്. ആ സഭകളിൽ നിന്നൊക്കെ ഇവിടെ ഉപദേശിയുള്ള ആദരവിന്റെ ഭാഗമായ ആദരാജ്യം ലഭിക്കുവാനായിട്ട് ഇവിടെ ചേർന്ന് ഇവിടെ വന്നിരിക്കുന്നതായ വാത്സല്യമുള്ള സഭാജനങ്ങളെ, വിൽക്കാത്തരായിരിക്കുന്ന അത്ഭുതമാകളെ ആത്മമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ലിസ്റ്റ് വായിക്കുകയാണ്. വലിയ നീണ്ട ലിസ്റ്റാണ് ലഭിച്ചിരിക്കുന്നത്. പൂർത്തിയായ ദമ്പതിമാരെ ആദരിക്കുന്ന ശുശ്രൂഷ സംബന്ധിച്ചിരുന്നു. അതിന് ഞാൻ പോയപ്പോൾ സാറിനോട് പറഞ്ഞ് എനിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. സഭയുടെ ആദരത്തെ വാക്യം ഒരു മാസം മുമ്പ് വളരെ സമുചിതമായി ഇടക്കാടുള്ള ഭവനത്തിൽ വെച്ച് SKLച്ചനൊക്കെ കുടുംബമായിട്ട് വന്ന് ഞങ്ങൾ അവിടെ സ്തോത്ര ശുശ്രൂഷ നടത്തുന്നത് ഓർക്കുന്നു. അന്ന് ആ വീട്ടിൽ താമസിച്ചു. അന്ന് വൈകിട്ട് ഉദ്ദേശിച്ച് അവിടെ താമസിക്കണമെന്ന് സമർത്ഥമായി അന്വേഷിച്ചു. അവിടെ ഏതെല്ലാം കൈകളിൽ ആയിരുന്നാലും അവിടെയുള്ള സഭയോട് ഇവിടെ ജയമോൻ സഹോദരനാണ് ഇവിടെ സന്ദർശിച്ചു. അടുത്തതായിട്ട് ചോറ്റുപാറയിൽ കുടുംബയോഗം, അതിനുശേഷം 5-ാം വാർഡ് ഒരു കൂട്ടം മുമ്പോട്ട് വരുന്നതാണ്. 5-ാം ഏറ്റവും സ്നേഹം നിറഞ്ഞ തിരുമേനിമാർ, വൈദിക ശ്രേഷ്ഠൻ, സഭാ ശുശ്രൂഷകരെ, സ്നേഹം നിറഞ്ഞ സഭാവാന്മാരെ, തീർച്ചയായും പുതിയ പറമ്പിൽ സൗമത്സ പ്രിയ ഉപദേശി നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. ചെറിയ പ്രായത്തിലുള്ളവർക്കും വലിയ അടുത്തത് തെക്കൻതോണി സഭ. തെക്കൻതോണി
മണ്ണോട് ചേർന്നാലുമേ മണ്ണാകുമീ ശരീരം, മണ്ണോട് ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. മൂവാറ്റുപുഴ ഇടവയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വിജയ്. മൂവാറ്റുപുഴ സഭയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സാറിൻ്റെ ഇളയ മകൻ ജോയി ഒരു ഗ്രൂപ്പ് ഇട്ടിരുന്നു. രാവിലത്തെ വാചകം ഇങ്ങനെയാണ്: എൻ്റെ അപ്പച്ചൻ യാത്രയായി, പിന്നീട് അടക്കിൻ്റെ സമയം മറ്റുമാണ് കുറിച്ച്. ആ ഒറ്റ വാക്യത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. എൻ്റെ അപ്പച്ചൻ യാത്രയായി. ജോലിയും കൃഷിയും മക്കളും മൂവാറ്റുപുഴ സഭയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നതിൽ പ്രയറിലും സൺഡേ സ്കൂളിലും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇപ്രാവശ്യം ജോലി ചരച്ചുടന്ന് TC വാങ്ങി മൂവാറ്റുപുഴയിൽ സ്ഥിരമായി മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ ചർച്ച കമ്മിറ്റിയിൽ അംഗമായി പ്രവേശിക്കുകയും സഭാ ശുശ്രൂഷകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. സാറിൻ്റെ പാരമ്പര്യം മറ്റൊരു തരത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. മൂവാറ്റുപുഴ സഭയിലുള്ള എല്ലാ ജനങ്ങളുടെയും ആദരാഞ്ജലികൾ പ്രിയപ്പെട്ട കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതായത് ചർച്ച് ഓഫ് ഫെയ്ത്ത് സഭാപ്രവർത്തകരുടെ സമയമാണ്. ഓഫീസേഴ്സ്, വൈദികരെ, ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകരെ, പ്രത്യേകിച്ച് സാറിൻ്റെ വ്യാപാരിൽ ദുഃഖത്തിൽ പങ്കുചേരുവാനും കുടുംബാംഗങ്ങളെ ആശ്വസിക്കുവാനുമായി വന്നു ചേർന്ന പ്രിയപ്പെട്ടവരെ, സഭാ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം PM ശാമുവേൽ സാറിൻ്റെ ജീവിതം പിൻതലമുറകളായ സഭാപ്രവർത്തകർക്ക് മാതൃകയാണ് എന്ന് ഞാൻ പറയട്ടെ. ചർച്ചോട് ജയിലിക്ക് വേണ്ടി ജില്ലാ ചെയർമാൻ അവരുടെ KD ജോസഫ്. ഓഫീസേഴ്സ്, റേഡിയോ സെക്രട്ടറി, സഭാശുശ്രൂഷന്മാരെ, കേരളത്തിലുള്ള സ്നേഹത്തിൽ അറിയിക്കട്ടെ. സമയത്തിന് വേണ്ടി കാര്യമുള്ളത് എങ്കിലും ഞാൻ 7ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാർത്തയാണ്. സഭയിലെ എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങൾ.
അടുത്തതായിട്ട് സമ്മർ സ്കൂൾ, സഭയിലെ സമ്മർ സ്കൂൾ കുഞ്ഞുങ്ങൾ അധ്യാപകർ. ഗായക സംഘത്തിൽ ചേർന്ന് ജില്ലാ ഗായക സംഘം പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. സഭയിലെ കമ്മിറ്റി അംഗങ്ങൾ മുമ്പോട്ട് കടന്നു പുഷ്പങ്ങൾ അർപ്പിക്കുന്നതാണ് സഭയിലെ ഭരണസമിതി. മഹാദേവിയുടെ ആദ്യമായ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമാണ്. ആദ്യം ഇവിടെ ഞാൻ സേവനം ചെയ്യുമ്പോൾ ജയ്മോൻ ചേട്ടൻ സൺഡേ സ്കൂളിൻ്റെ സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുകയും എല്ലാ ബാബു സാറ് പല ഘട്ടങ്ങളിൽ മിഷനെ സഹായിക്കുകയും സഭയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും വൈത്താങ്കൾ നൽകുന്നതായ ദൈവമനുഷ്യനായി. ഇവിടെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും സാറും കൊച്ചമ്മയും കടന്നു വരികയും മറ്റേത് പ്രോഗ്രാമിലും സാറിൻ്റെ കൊച്ചമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും പലപ്പോഴും അവർ ഭവനത്തിൽ സ്നേഹ സൽക്കാരം പങ്കെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. സാർ വളരെ തമാശയുടെ കാര്യങ്ങൾ പറയും. സാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും മാതൃകയാണ്. മഹാരാജ പാസ്പോർട്ട് റെഡി പാസ്പോർട്ട് സെക്രട്ടറി ജോസഫ് മാത്യൂസ്. സഭാജനങ്ങളെ സമസന്ദർഭായി ദീപ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബമാണ് 1997-98 കാലഘട്ടങ്ങളിൽ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ സാറ് കുടുംബമായിട്ട് മണിപ്പാറ സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വിട്ടുപോയത് എറണാകുളം സഭയ്ക്ക് വേണ്ടി അതിനാൽ നൽകിയതാണ്. 12ാമത്തെ സെക്രട്ടറി ദാവീദിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. 1993 മുതൽ 30 വർഷക്കാലത്തെ ഒരു വലിയ ആഴമേറിയ പരിചയവും ബന്ധുമാണ് ഷാമിൽ സാറുമായിട്ട്. ഏറ്റവും ബഹുമാനമുള്ള പ്രിയ സാറിൻ്റെ ഒരുപാട് ദുഃഖം തിരിക്കുന്ന കൊച്ചുങ്ങളോടൊപ്പം തന്നെ മക്കളോടും പ്രാർത്ഥനയോടുകൂടെ വിശ്വ മഹാരോഗികളെ ആദരാഞ്ജലി അറിയിക്കുകയാണ്. പ്രിയ കുടുംബാംഗങ്ങളോടും പ്രേരിപ്പിക്കുന്നു പറയാം. എന്നെ ആശ്വസിപ്പിക്കുവാൻ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, എൻ്റെ പിതാവ് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്, സാറേ വേർപാടിൽ വേദനിക്കുക. അതെ, ഈ പിതാവ് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ഭാഗം പ്രിയ ഉദ്ദേശിലൂടെ സഭയ്ക്ക് ലഭ്യമായ മഹാനഗരയ്ക്ക് ലഭ്യമായ
എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും നന്ദി പറയുന്നു. തൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വിശ്വസനതയിൽ അതേ ദൈവത്തെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം നമുക്ക് നൽകിയ വലിയ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചു വലിയ പ്രത്യാശയോടുകൂടി കർത്താവ് ഗംഭീരനാമത്തോടും പ്രധാന ദൈവത്തിന്റെ ശബ്ദത്തോടും സ്വർഗത്തിലെ കാരണത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ പിതാവിൻ്റെ ഭൗതിക ശരീരം ഉയർത്തിരുന്നുള്ള വലിയ പ്രത്യാശ തീർച്ചയായും പ്രിയ കൊച്ചുമ്മയ്ക്കും മക്കൾക്കും ഇവിടെ കടന്നുവന്നിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസമായി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രീകരണ മഹായോഗയെ അഭിനയ കുടുംബത്തിൻ്റെയും സ്നേഹമുള്ള തിരുനാരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ മഹാരോഗ്യസ്ഥിതിയും എല്ലാ വൈദ്യുതിയുടെയും സഭാശുദ്ധ കൃഷ്ണന്മാരുടെയും സ്വമേധാവികളുടെയും എല്ലാ സഭാകളുടെയും പേരിലുള്ള അനുശോചന ദൈവനാമത്തിൽ അറിയിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് ബഹുമാനത്തെ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവർ ഞങ്ങൾക്ക് ദുഃഖമില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അപ്പച്ചൻ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. രണ്ട്, ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു. ക്ഷീണാവസ്ഥകൾ പലപ്പോഴും ജീവിതത്തെ വേട്ടയാടിയിട്ടുണ്ട്. അച്ഛന്മാരെ, വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ ഈ മനുഷ്യരോട് നിൽക്കാൻ. വേറെ ഒന്നുകൊണ്ടല്ല, വളരെ വളരെ പ്രത്യാശയോടെ ക്രിസ്തുവിൽ ആശ്രയം വെച്ച് ജീവിച്ച ഒരു ശുശ്രൂഷകദാസ് അദ്ദേഹം പ്രത്യാശ വെച്ച ദേവസന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. വിഷയമാകുന്നതിന് മുമ്പേ ദൈവവേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച് അംഗീകരിച്ച് ഒരു സുന്നത പ്രവർത്തകനായി വിഷയമായതിനു ശേഷം ഡയസിന്റെ ഒരു പ്രവർത്തകനായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. അതെല്ലാം പോകുന്ന ദൈവത്തിന് അദ്ദേഹം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ജനം അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ആ ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ അങ്ങനെ ഒരു വലിയൊരു കൂട്ടമാണുള്ള വന്നത്. ഏതാണ്ട് അദ്ദേഹം ശുശ്രൂഷ എല്ലാ സഭകളിൽ നിന്നും ആൾക്കാർ വന്നു, ഇവിടെ അനുശോചനം അർപ്പിച്ചു, പ്രാർത്ഥിച്ചു, കടന്നുപോയി. അവരെല്ലാം പറഞ്ഞ ദൈവത്തിന് നന്ദി കരയുന്നു. ഈ കാലഘട്ടത്തിൽ വളരെ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് ശുശ്രൂഷയിൽ അവസാനത്തോളം അശക്തമായി നിൽക്കുക എന്നുള്ള കാര്യം. അങ്ങനെയെങ്കിലും റിട്ടയർഡായാൽ മതി എന്ന് കുറേ ആളുകൾ ചിന്തിക്കുമ്പോൾ റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് റിട്ടയറായ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അങ്ങനെ പല രീതിയിലുള്ള ശുശ്രൂഷകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അവർക്കെല്ലാം ഒരു മാതൃകയായിട്ട് അല്ലെങ്കിൽ മോഡലായിട്ട് നിൽക്കുന്നു. പെൻഷനായതിനു ശേഷവും പെൻഷനാകുന്നതിന് മുമ്പും ഒരുപോലെ വളരെ ശക്തമായി അദ്ദേഹം വരികയും അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചതിന് ശേഷമാണ് വളരെ വലിയൊരു വീഴ്ച ഉണ്ടായി. അതുകൊണ്ടാണ് പിന്നീട് നമ്മളെ ഒക്കെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. ഏതാണ്ട് ഒരു വർഷത്തിലധികം ചികിത്സയിൽ ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ഒരു ചെറിയൊരു ജലദോഷപ്പനി വന്നാൽ അന്ന് അവധിയെടുക്കുന്ന രീതിയാണ് ഇന്ന് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ശുശ്രൂഷിക്കും എന്നും ഒരു മാതൃകയാണ് ശുശ്രൂഷകർക്ക്. പ്രത്യേകിച്ച് നാമത്തിന് മഹത്വവും ദൈവജനത്തിന് സമാധാനം അനുഗ്രഹവും ഉണ്ടാവട്ടെ. അത്രയും സ്നേഹവും ബഹുമാനമുള്ള അഭ്യർത്ഥന ഫ്രാൻസിസ് തിരുമേനി വന്യവൈദികരെ, ദൈവവേലയായിരിക്കുന്ന യുവാഞ്ചലിസ്റ്റ് സഭാപ്രവർത്തകരെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും ഈ പ്രിയ പിതാവിൻ്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തോട് ഉള്ള ആദരവും അനുശോചനവും ആദ്യമേ അർപ്പിക്കുന്നു. ോടി വീടം വിട്ടക്കരെ നാളെത്തിയ
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശ്വാസികളെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്ത് വഹിക്കപ്പെട്ടതിന് ശേഷം അങ്ങയോടുകൂടി ആനന്ദത്തിലും ഭാഗ്യം വിവരിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ രാജ്യത്തെ ഉയർത്തുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുമസിയ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, ഉരുൾക്കാലം ജീവനമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമസിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന അവനിൽ വിശ്വസിക്കുന്നവർ ആരും എന്നേക്കുമായി മരിക്കില്ലല്ലോ. അവനിൽ ഓടുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് അവർ തന്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. പിതാവേ, ഞങ്ങളുടെ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ പിതാവ് അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങളും സ്വസ്ഥത അനുഭവിക്കുവാൻ ഇടയാക്കേണ്ടതിനും അന്ത്യദിവസത്തിലെ പൊതുവിലുള്ള പുനരുത്ഥാനത്തിങ്കൽ ഞങ്ങൾ നിന്റെ മുമ്പാകെ പ്രിയമുള്ളവരായി കാണപ്പെടുവാനാകേണ്ടതിനും അന്ന് നിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോട് എല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിധങ്ങളെ വരുവിൻ അപേക്ഷിക്കുന്നു.
സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ ജീവിച്ചിട്ടുള്ള കാലം അല്പവും അച്ഛനുകൊണ്ട് തെരഞ്ഞെടുക്കുമാകുന്നു. അവൻ പൂ പോലെ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നു, ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. എങ്കിലും മഹാപരിശുദ്ധയുമാകുന്ന കർത്താവേ, മഹാശക്തിയുടെ കർത്താവേ, പരിശുദ്ധയും മഹാകരുണയുടെ രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. ശവക്കല്ലറയിലെ വിശ്രമത്താൽ സൗകുഴിയത്തിന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, പുനരുത്ഥാന ജീവനുമായിരിക്കുന്ന നിന്റെ ഈ ദാസൻ സ്വസ്ഥത അനുഭവിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ സൗകുഴിയുടെ ദാസന്റെ ശരീരത്തിന് ഒരു വിശ്രമസ്ഥലമായി തീരുവാൻ കൃപാളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. Oh
മരിച്ചുപോയ നമ്മുടെ പ്രിയദാസൻ്റെ ആത്മാവിനെ എൻ്റെ അടുക്കളയെ കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തൻ്റെ മഹാകർണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കിയാൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന കർത്താവായ യേശു മിശിഹാ മൂലം നിത്യജീവനിലേക്ക് ഉയർത്തുന്നതിനുള്ള നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടെ നാം ഈ ദാസൻ്റെ ശരീരത്തെ മണ്ണിനായി ചാർത്തിയാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ശേഷം ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടോ പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവർ തന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നം ശ്രമിക്കേണ്ടാവുന്നു എന്ന് ആത്മാവ് പറയുന്നു. ശക്തിയുള്ള പിതാവായി സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ ജ്ഞാനശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുണ്ട്. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്കും ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങൾ പ്രവേശിക്കുവാൻ ഞങ്ങൾ സർവ്വസുഹൃതവും ദൈവഭക്തിയുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിൻ്റെ ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ പരമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളടുത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പാനും രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങളെയോട് അപേക്ഷിക്കുന്നു. വിശ്വാസത്തോടും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും കൈക്കൊള്ളുക. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ കർത്താവായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ കർത്താവായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവൻ്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ കർത്താവായ യേശു മിശിഹായുടെ സമാധാനം പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളിലും
നിലവുകളിലും നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും പ്രിയമുള്ളവരെ നിങ്ങളേവരോടും ദൂരസ്ഥം സമയസ്ഥരുവാൻ നിങ്ങളുടെ പ്രിയമുള്ള ഏവരോടും കൂടി ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ഒരു നിമിഷം കൂടെ ശാന്തമായി നിൽക്കാൻ നമ്മെ വിട്ട് കടന്നുപോയ പ്രിയസാറിൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കയറ്റുകയും ദുഃഖത്തിലേക്ക് മക്കളെ ദൈവങ്ങളുടെ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തതിന് ശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്ന ഓരോരുത്തരെയും സമർപ്പിക്കും. ശേഷാൽ തൻ്റെ ശുശ്രൂഷാകാലം തികച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സാമുൽ സാറിൻ്റെ ജീവിതത്തിനായിട്ടും സേവനത്തിനായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ദാസൻ ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിൽ അനേകരെ കർത്താവിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം. ദുഃഖത്തിലിരിക്കുന്നതായ കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ അഭിനന്ദ തിരുമേനിമാർ, വൈദികർ, ശുശ്രൂഷകർ, കർത്താവെ, സഭാമക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, മടക്കയാത്രയിലായിരിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ ആശ്വസിപ്പിക്കുകയും ഇവർക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തതായിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നാളിൽ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ മുഖാമുഖമായി കാണാമെന്നുള്ളതായിരിക്കുന്ന വലിയ പ്രത്യാശയാൽ ഞങ്ങളെ ഓരോരുത്തരെയും മടക്കി അയക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. Gracias.
അതിലെ സിസ്റ്ററിൻ്റെ ഡോക്ടറുടെ ചേച്ചി ആ അപ്പം അവർ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. പ്രാർത്ഥന അമ്മയ്ക്ക് നല്ല വയസ്സായിട്ടുണ്ട്. പിന്നെ അവിടെ എത്തുമ്പോൾ